എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ ബഹ്റൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസം മുമ്പ് നാട്ടിൽ വന്നപ്പോഴാണ് ഇവിടെ CT സ്കാൻ ചെയ്ത് ഒരു പ്രോബ്ലം ഉണ്ട്, കിഡ്നിയുടെ ഒരു ഗ്രോത്ത് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ തന്നെ ഡോക്ടർ സച്ചിൻ്റെ ഒരു ഇത് കേട്ടതോടുകൂടി ഞാനിവിടെ തന്നെ പാർഷ്യൽ നെഫ്രക്ടമി ഇവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ നല്ലൊരു വെൽക്കമിംഗ് ആണ് ഇവിടെ നൽകിയത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു റോബോട്ടിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എന്നെ കൊണ്ടുവന്നത്. അങ്ങനെ ജസ്റ്റ് 1 ഡേ ബിഫോറാണ് ഞാൻ അവിടെ ബഹ്റിനിൽ നിന്ന് വന്നത്. ഇവിടെ പിറ്റേ ദിവസം തന്നെ നെഫ്രക്ടമി റോബോട്ടിക് ചെയ്യാനായിട്ട് ഡോക്ടർ ടൈമും ഇതെല്ലാം തന്നു. അങ്ങനെയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ റെഡിയായി. പിന്നെ നെഫ്രക്ടമി ഓപ്പറേഷനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. എന്നാലും ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ റോബോട്ടിക് ചെയ്തുകൊണ്ടുള്ള എന്താണ് ഗുണം എല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ റോബോട്ടിക് ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ പെയിൻലെസ് ആണെന്ന് പറഞ്ഞു. അധികം പെയിനൊന്നും ഉണ്ടാവില്ല, പിന്നെ പെട്ടെന്ന് തന്നെ ക്യൂറാവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ റോബോട്ടിക് നെഫ്രക്ടമി ചെയ്യാനായിട്ട് ഞാൻ അവിടെ അനസ്തേഷ്യയിലേക്ക് എന്നെ കൊണ്ടുവന്നപ്പോൾ ജസ്റ്റ് എല്ലാവരും അവിടെ വളരെ നല്ലതായിട്ടാണ് പെരുമാറിയത്. എനിക്ക് വളരെ ഒരു റിലാക്സ്ഡ് ഒരു മൂഡായിരുന്നു. അങ്ങനെ വന്നു. അവിടെ കിടന്നതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ഇതിന് ശേഷം യാതൊന്നും ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പോസ്റ്റ് സർജിക്കൽ ICUവിൽ ബോധം വന്നിട്ട് കണ്ണു തുറന്ന് കിടക്കുന്ന ഒരു ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. യാതൊന്നും എനിക്ക് അറിയാൻ സാധിച്ചില്ല. അതിനുശേഷം നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് നടക്കാൻ സാധിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ എന്നെ അവർ നടത്തിച്ചു. പിന്നെ വളരെ ചെറിയ മുറിവുകളേ ഉള്ളൂ. ഇത് ശരിക്കും ഒരു 3 ചെറിയ ഹോള് അങ്ങനത്തെ ഒരു മുറിവുകൾ എനിക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ അധികം പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ചെറുതായിട്ടൊരു 2 ദിവസം, അതായത് നെഫ്രക്ടമി കഴിഞ്ഞതിന് ശേഷം 2 ദിവസം ഒരു ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിരുന്നു. പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഡിസ്കംഫർട്ട് ഇപ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ 29th എൻ്റെ സർജറി ഇവിടെ കഴിഞ്ഞത്. ഇപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ നന്നായിട്ട് നടക്കാം, ഫുഡെല്ലാം നന്നായിട്ട് കഴിക്കാം, എല്ലാം വളരെ നല്ലതാണ്. ഇവിടുത്തെ കെയർ എല്ലാം വളരെ നല്ലതാണ്. ഇവിടെ ICUവിൽ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് അവർ വളരെയധികം പ്രാഗൽഭ്യമുള്ളവരാണ്. ഫുൾ നൈറ്റ് ഒറ്റയ്ക്ക് ഒരാൾ നമ്മളെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അടുത്ത ഷിഫ്റ്റ് വരുമ്പോൾ അവർ മാറി വേറെ ആൾ വരും, അങ്ങനെയായിരുന്നു. പിന്നെ 1 ഡേ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൂമിൽ വന്നതിന് ശേഷം അവിടെയുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും വളരെ കോപ്പറേറ്റീവായിരുന്നു. അവർ നന്നായിട്ടെല്ലാം നോക്കി. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജായി പോകാൻ സാധിക്കുന്നു. താങ്ക് യു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഡോക്ടർ സച്ചിൻ. ഡോക്ടർ സച്ചിനാണ് എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നത്. I am very grateful to him.